ഗൈസ് ഐം ബാക്ക് തന്നെ വീഡിയോ. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. തലപതി വിജയെക്കുറിച്ചിട്ടുള്ള ഒരു സിനിമയുടെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ വർഷങ്ങളാവുമെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേറ്റോ കാര്യങ്ങളോ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ വലുതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കൂടുതലും വിജയുടെ സിനിമകളെ കുറിച്ചിട്ട് ഉള്ള അപ്ഡേറ്റും വിജയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇനി വരുന്ന ആ ഒരു ജനനായകൻ സിനിമയുടെ റിലീസിൻ്റെ അന്ന് വരെയുള്ള ഓരോ ദിവസങ്ങളിലും വിജയെക്കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ വന്നുകൊണ്ടിരിക്കും. ജനനായകൻ വിജയുടെ കരിയറിലെ ലാസ്റ്റ് സിനിമയാണ്. ഭയങ്കര വിഷമമുണ്ട് വിജയ് സിനിമ നിർത്തുന്നതിനെ കുറിച്ചിട്ട്. എൻ്റെ അടുത്ത് എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്, നിൻ്റെ അണ്ണൻ സിനിമ മതിയാക്കണമല്ലോ, രാഷ്ട്രീയത്തിൽ പോകണമല്ലോ, അപ്പം രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പച്ച പിടിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ കളിയാക്കാറുണ്ട്. രാഷ്ട്രീയത്തിൽ പോയിട്ട് ജയിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ ഒരു വ്യക്തി സിനിമയ്ക്ക് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അയാളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, ആരാധകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ഒരു മനസ്സിന് വലിയ കാര്യമാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ഇതിനകത്തോട്ട് ഈ ഒരു രാഷ്ട്രീയത്തിലോട്ട് വന്നിട്ട് പിന്മാറി. കമൽഹാസൻ ഇതിനകത്തോട്ട് വന്നിട്ട് വേറൊരു പാർട്ടിയുമായിട്ട് ഇപ്പോഴ് അലയൻസിലായി. അപ്പോൾ വിജയ് ഒറ്റയ്ക്കാണ് വരുന്നത്. ഇനിയൊരു അലയൻസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ വന്നത് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് വന്നപ്പോൾ തന്നെ ആ ഒരു വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു സ്വീകരണമൊക്കെ വിജയ്ക്ക് കിട്ടി. വിജയ്ക്ക് അത് സംസാരിച്ച് നേടിയെടുക്കാൻ പറ്റി ഏറെക്കുറെയൊക്കെ യുവാക്കളുടെ ഇടയിൽ. എന്നാലും രാഷ്ട്രീയം വിജയ്ക്ക് എത്രമാത്രം സെറ്റാവുമെന്നത് ഈ വരുന്ന മെയ്യിലുള്ള ഇലക്ഷനിൽ നമുക്കറിയാൻ പറ്റും. വിജയ് ഇറങ്ങിത്തിരിച്ചാൽ എന്തായാലും ഒരു വിജയം നേടാതെ തിരിച്ചു വരില്ല. അത് നമുക്ക് കണ്ടറിയാം എന്താവുമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ജനനായകൻ സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നോക്കാം. ഇപ്പോൾ ഒരു പാട്ട് റിലീസായിട്ടുണ്ട്. പാട്ടിൻ്റെ പേര് രാവണമവൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഇത് മലേഷ്യയിൽ വെച്ച് കിടന്ന ഒരു ഓഡിയോ ലോഞ്ചിൽ അനിരുദ്ധ് പെർഫോം ചെയ്തിട്ട് കിടിലം പാട്ടാണ്, നല്ല ലിറിക്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റീച്ചായ ഒരു സോങ് ആയിരുന്നു. വൈറലായ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ ഇടയ്ക്ക് വൈറലായ ഒരു സംഭവമായിരുന്നു. ആ ഒരു പാട്ട് ഇപ്പോൾ ഒഫീഷ്യലി റിലീസായിരിക്കുകയാണ്. കേൾക്കാത്തവർ പോയിട്ട് കേട്ടുമൊക്കെ യൂട്യൂബിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് ഈ പാട്ട് 1 മിനിറ്റും 53 സെക്കൻഡൊന്നേ പാട്ടുള്ളൂ. എനിക്ക് ആ ഒരു ബേഡാസുമ അതിൻ്റെ ആ ഒരു വൈബോ അല്ലെങ്കിൽ അനിരുദ്ധിൻ്റെ ബാക്കിയുള്ള വിജയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടുകളിലെ ആ ഒരു അത്രയ്ക്കൊരു വൈബ് എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയില്ല. ചിലപ്പോൾ പടത്തിൽ ആ ഒരു പാട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ആ ഒരു സംഭവം കിട്ടിയേക്കാം, അറിയില്ല. എന്തൊക്കെയാണെങ്കിലും തെലുങ്ക് പടത്തിൻ്റെ റീമേക്കാണ് ഈ പടം എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനും ഓഡിയോ ലോഞ്ചിനകത്ത് എച്ച് വിനോദ് കൊടുത്തിട്ടുണ്ട്. എച്ച് വിനോദാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വിജയുടെ കൂടെ പൂജ ഹെഗ്ഡും ബോബി ഡിയോളും അതുപോലെ തന്നെ നമ്മുടെ മമിത ബൈജു ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പ്രിയാമണി, നരയൻ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇതിനകത്തുണ്ട് പടത്തിൽ. പടം 9-ാം തീയതിയാണ് റിലീസ്. പടത്തിലെ ഇപ്പോൾ ഒരു 4 പാട്ട് റിലീസായിട്ടുണ്ട്. തലപതി കച്ചേരി, അതുപോലെ തന്നെ രണ്ടാമതൊരു പാട്ട്, അങ്ങനെ ഒരു 4 പാട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. 4 പാട്ടും കൊള്ളാം, കേട്ടിരിക്കാമെന്നല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് വിജയുടെ പാട്ടുകൾ സാധാരണ അങ്ങനെയാണ്. നമ്മൾ ഒരു വിജയുടെ പാട്ടെന്ന് വരുമ്പോഴത്തേക്കും നമ്മളത് കുറേ നാൾ കേട്ട് വരുമ്പോഴത്തേക്കുമേ നമുക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുകയുള്ളൂ. ഞാനിപ്പം ഇതുവരെയും ഞാൻ ഈ പാട്ടുകളൊന്നും റിപ്പീറ്റ് മോഡിലിട്ട് കേട്ടിട്ടില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ പടം ഇറങ്ങുമ്പോഴത്തേക്കും അത് സെറ്റാകുമായിരിക്കും. വിജയുടെ ആ ഒരു ഡാൻസും വിജയുടെ ആ ഒരു പെർഫോമൻസും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്കും ആ പാട്ടിന് പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൂടിയേക്കാം. അനിരുദ്ധിൻ്റെ മ്യൂസിക് നോക്കുകയാണെങ്കിൽ പഴയ ഒരു അനിരുദ്ധിനെ എവിടെയൊക്കെ മിസ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കൂലി വരെ കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. പക്ഷേ കൂലിക്ക് ശേഷം എവിടെയൊക്കെ അനിരുദ്ധിനൊരു പിഴവ് വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ വിജയുടെ ലാസ്റ്റ് പടമാണ്. ടിൽ നൗ എനിക്ക് ഇതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. ടിക്കറ്റ് ബുക്ക് മൈ ഷോയിലൊക്കെ പല തിയേറ്ററുകളും ഇവിടെ അടുത്തുള്ളതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പം റീസെൻ്റായിട്ട് ഞാൻ സ്ഥിരമായിട്ട് സിനിമകൾ കാണുന്നത് ഇവിടെ അടുത്തുള്ള പനച്ചമൂട് ഉള്ള ശ്രീമുരുകൻ സിനിമാസിലാണ്. അപ്പം അവിടെ അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റിയും ഉണ്ട്, പിക്ചർ ക്വാളിറ്റിയൊക്കെ അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. നമുക്കിവിടെ അടുത്താണ്. എനിക്കിവിടെ നിന്നൊരു 5 മിനിറ്റ് പോലും ഇല്ല പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് പോയി കാണാനായിട്ട് അവിടെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത്. അപ്പം ഇതുവരെയും ബുക്ക് മൈ ഷോയ്ക്കകത്ത് ഈ തിയേറ്ററിൽ ലിസ്റ്റ് ആയിട്ടില്ല. എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. മേ ബി തമിഴ്നാട്ടിൽ ഇരിക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ ഇവിടെ അടുത്തുള്ള ഒരുപാട് തിയേറ്ററുകളിൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തിയേറ്റർ വരും എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ ഒരു ഫ്രണ്ടിനെ വെച്ചിട്ട് ആ തിയേറ്റർ വിളിച്ചപ്പോഴത്തേക്കും
ഇന്ന് തന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും, ഇന്ന് ചിലപ്പം ഇതിനകത്ത് ലിസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ ഇതുവരെയും വന്നിട്ടില്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നവരെയും. അപ്പോൾ എന്തായാലും അവിടെ ടിക്കറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പം കുറച്ച് ലേറ്റായിട്ടുള്ള ഷോയ്ക്കായിരിക്കും കയറുന്നത്. FDFS കാണാൻ പറ്റുമോ എന്ന് അറിയില്ല, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ലീവ് എടുത്തിട്ടുണ്ട് ആ ദിവസം. പക്ഷേ FDFS എന്തായാലും ഇനിയിപ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ആ തിയേറ്ററിൽ വന്നാൽ മാത്രമേ അവിടെ ടിക്കറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KVN പ്രൊഡക്ഷൻസ് ആണ്. ഒരു തെലുങ്ക് സിനിമകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ടീമാണ്. അപ്പം അവരുടെ ആദ്യത്തെ തമിഴ് സിനിമ എന്നാണ് തോന്നുന്നത് എനിക്ക് ജനനായകൻ. അപ്പോൾ എന്തായാലും ഇതൊരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ എന്നൊക്കെയാണ് പറയുന്നത്. വിജയ് ഇതിനകത്ത് പോലീസായിട്ട് വരുന്നുണ്ട്. ബാലയ്യയുടെ മറ്റേ തെലുങ്ക് പടത്തിൻ്റെ തമിഴാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ സിനിമയുടെ റിലീസിൻ്റെ അന്ന് എന്താണ് ഈ സിനിമ എന്നുള്ളത് അറിയാൻ പറ്റും. വിജയുടെ അവസാനത്തെ സിനിമ ഹിറ്റ് ആവുമോ, ബ്ലോക്ക് ബസ്റ്റർ ആവുമോ, ഫ്ലോപ്പ് ആവുമോ എന്നതൊക്കെ നമുക്ക് ആ ഒരു ദിവസം കണ്ടറിയാം. എന്തായാലും നിങ്ങളൊരു വിജയ് ആരാധകനാണ് എങ്കിൽ വിജയ് സിനിമയിൽ നിന്നിട്ട് വിട്ടു പോകുന്നതിനെ കുറിച്ചിട്ട്, സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ചു. ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്കലിലോട്ട് വരുന്ന സമയത്ത് വിജയ് ഇങ്ങനെ ഒരു പ്രസ് റിലീസ് ചെയ്തപ്പോഴത്തേക്കും അതിനകത്ത് പറയായിരുന്നു, ഞാൻ ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്, ആ സിനിമകൾ 1-2 സിനിമകളെന്നാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നത്. ആ സിനിമകളൂടെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സിനിമയിൽ നിന്നിട്ട് മൊത്തത്തിൽ സിനിമ സ്റ്റോപ്പ് ചെയ്യുമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ശേഷം വന്നത് ഗോട്ട് വന്നു, പിന്നെ അതിന് ശേഷം വന്നത് ഇപ്പോൾ ഈ പടമാണ്, ജനനായകനാണ്. അപ്പോൾ ഇനി വേറെ സിനിമകൾ അഭിനയിക്കില്ല എന്നത് ഇപ്പോൾ ഉറപ്പിച്ച് ആ ഒരു ഓഡിയോ ലോഞ്ചിനകത്ത്, മലേഷ്യയിൽ വെച്ചുള്ള ഓഡിയോ ലോഞ്ചിനകത്ത് വിജയ് കൺഫേം ചെയ്ത് പറഞ്ഞായിരുന്നു സിനിമ കംപ്ലീറ്റ് ആയിട്ട് മതിയാക്കി എന്നുള്ളത്. പലരും പറയുന്നുണ്ട് വിജയ് തോറ്റിട്ട് തിരിച്ചു വരുമെന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയത്തിലായിരിക്കും ഇനി മിക്കവാറും വിജയുടെ ആ ഒരു കരിയർ വിജയ് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തൊക്കെയാണെങ്കിലും വിജയ് ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കിത് എത്രമാത്രം വിഷമം തോന്നുന്ന ഒരു സംഭവമാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ പാട്ട് കേട്ടവരാണെങ്കിൽ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വൈബില്ല. പാട്ട് ഇഷ്ടപ്പെട്ടു, ലിറിക്സും എല്ലാം കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആ ഒരു പഴയ ആ ഒരു വൈബ് ഉണ്ടല്ലോ, അനിരുദ്ധും വിജയും ചേർന്നിട്ടുള്ള ആ ഒരു എനർജി അങ്ങോട്ട് എത്തണില്ല. അപ്പം നിങ്ങൾക്ക് ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നാളെ വീണ്ടും ഒരു വീഡിയോ ഇട്ട് കാണാം. അതുവരയ്ക്കും ബൈ.